അഡ്വക്കേറ്റ് PM നിയാസ്, ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? സൽമാൻ ഖുർഷിദും മണിശങ്കർ അയ്യറും പറഞ്ഞതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. രാഹുലും പ്രിയങ്കയും ഈ വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടില്ല. അഡ്വക്കേറ്റ് PM നിയാസ്. നോക്കൂ അനിൽ നമ്പ്യാർ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ കൊല ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു കാലത്തും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഗാന്ധിജി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതും ഇന്ത്യക്ക് നൽകിയ സന്ദേശവും അതായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗാന്ധിജി മരണപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്ന സാഹചര്യത്തിൽ നവഗാലി എന്ന് അന്നത്തെ ബംഗാളിലുള്ള പ്രദേശം അതിപ്പോൾ ബംഗ്ലാദേശിലാണ്. ആ സ്ഥലത്ത് ഹിന്ദു സഹോദരങ്ങൾക്ക് ഇതുപോലെ പ്രയാസങ്ങളുണ്ടായപ്പോൾ, ഇതുപോലെ അക്രമങ്ങളുണ്ടായപ്പോൾ അവിടെ ഗാന്ധിജി വന്ന് മുസ്ലിം നേതാക്കന്മാരെ, അന്നത്തെ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ മുസ്ലിം നേതാക്കന്മാരെ അനുനയിപ്പിച്ച് അവിടെ നിന്ന് പലായനം ചെയ്ത അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോയ ആയിരക്കണക്കിന് ഹൈന്ദവ സഹോദരങ്ങളെ അവിടേക്ക് കൊണ്ടുവന്ന് മുസ്ലിം സഹോദരങ്ങൾ അവർക്ക് സംരക്ഷണം നൽകുന്ന ബായി ഹിന്ദു മുസ്ലിം ബായി കൊണ്ടുപോകാൻ പഠിപ്പിച്ച ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു രീതി നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ RV ബാബു എന്തൊരു ആവേശത്തിലാണ് സംസാരിച്ചത്. ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ പൂർണ്ണമായും ഞാൻ ഉൾക്കൊള്ളുകയാണ്. കാരണം ഒരു സ്ഥലത്തും ന്യൂനപക്ഷങ്ങൾ അവരെത്ര ചെറുതാവട്ടെ, എത്ര എണ്ണത്തിൽ കുറവാവട്ടെ, അവർ ഒരു കാരണവശാലും ജാതിയുടെ പേരിൽ ഒരു കാരണവശാലും അവരെ ആക്രമിക്കപ്പെടാൻ പാടില്ല. അവരെ ഒരിക്കലും അവരുടെ പെൺകുട്ടികളെ ബലാത്കാരം ചെയ്യുകയോ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അത് ഞങ്ങൾ എന്നും എടുക്കുന്ന നിലപാടാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഏതാണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഞാനത് മുഖവിലക്കെടുക്കുകയാണ്. 15 ക്ഷേത്രങ്ങളാണ് അവിടെ ചാമ്പലാക്കപ്പെട്ടത്. 200ഓളം പേരെ കൊല്ലുകയോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്തിട്ടുണ്ട്. അത് ഒരു സ്ഥലത്തും നടത്താൻ പാടില്ല, ഒരു രാജ്യത്തും നടത്താൻ പാടില്ല. ഒരു സ്ഥലത്തും നടന്നാൽ അതിനെ ഞങ്ങളെല്ലാം എതിർക്കുകയും ഭരണകൂടം അത്തരത്തിലുള്ള അക്രമകാരികളെ നിഷ്കരുണം കൈകാര്യം ചെയ്യുകയും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അപലപിച്ചതായി കണ്ടില്ല അഡ്വക്കേറ്റ് നിയാസ്, അപലപിച്ചതായി കണ്ടില്ല. പകരം ബംഗ്ലാദേശ് ഇന്ത്യയിൽ ആവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. അതാണോ കോൺഗ്രസിന്റെ നയം? എക്കോ വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പ്ലീസ്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, ഞങ്ങളുടെ പാർട്ടി നയവും അതാണ്. ആ നയത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതുമാണ് ഞങ്ങളുടെ നയമായി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതേ സംഭവം ആദ്യമായിട്ടല്ല ഉള്ളത്. 1969, 71 കാലത്ത് ഇതേ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ അന്ന് ഇതേ നിങ്ങൾ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി വിഭാഗവും പാക് പട്ടാളത്തിൻ്റെ താല്പര്യത്തോടു കൂടി അന്ന് ഹൈന്ദവ സമൂഹത്തിനെതിരായി നിലപാടെടുത്തു. 10 ലക്ഷം അഭയാർത്ഥികളെയാണ് ഇന്ത്യ അതിർത്തി കടന്നു വന്ന് നമ്മളവിടെ സംരക്ഷിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അവിടുത്തെ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന തീരുമാനമെടുത്തുകൊണ്ട് ഇന്ത്യയിലെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മുക്തി ബാഹിരി എന്ന ഒരു ആക്ഷൻ ആരംഭിക്കുകയുണ്ടായി. അന്ന് ആക്ഷൻ ഉണ്ടാക്കി അവിടെ ജനാധിപത്യ ഭരണം സ്ഥാപിച്ച് ഇത്തരത്തിലുള്ള അക്രമകാരികളിൽ നിന്നും അവരെ അമർച്ച ചെയ്ത് അവിടെ ജനാധിപത്യ ഭരണം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും അഭയാർത്ഥികളെ പൂർണ്ണമായും അവരെ സ്വന്തം നാട്ടിലേക്ക് പറിച്ചിടുവാനുള്ള തീരുമാനം ഉണ്ടാക്കിയത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഞാനൊരു കാര്യം RV ബാബു പരിശോധനയിലേക്ക് വെക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. കാരണം ഇപ്പോൾ അതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ RV ബാബുവിൻ്റെ ആ ഒരു പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതേ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടുത്തെ ഭരണാധികാരി, അവിടുത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഏറ്റവും വലിയ ബന്ധുവായിരുന്നു ഷെയ്ഖ് ഹസീന. ഇന്ത്യയായിരുന്നു അവരുടെ സംരക്ഷക. കാരണം അങ്ങനെ തന്നെ വേണം. ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള അയൽപ്പക്കം ഇന്ത്യയോടൊപ്പം നിൽക്കണം. അത് പാകിസ്ഥാനോടും ചൈനയോടും അമേരിക്കയോടും വിധേയത്വമുള്ളവരാവാതിരിക്കണം. പക്ഷേ അവർ ജനങ്ങളുടെ ഒരു ഭരണാധികാരിയായി, ഒരു ഡെമോക്രാറ്റായി മുന്നോട്ട് പോവുകയും
ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഇന്ത്യക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ അത് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവരെ ഉപദേശം കൊടുക്കുകയോ അത്തരം കാര്യങ്ങളെ അവയെ ബന്ധപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ മറ്റ് അയൽ രാജ്യങ്ങളിലുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് ഉപദേശം കൊടുക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, അവിടെ സമാധാനം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു നയതന്ത്ര സമീപനമാണ്. അങ്ങനെയുള്ള നയതന്ത്ര സമീപനം പുലർത്തേണ്ട ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര അവധാനത ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ അതിനുള്ള സമയമല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ അവിടെ നിങ്ങൾക്കറിയേണ്ടത്, അവിടെ കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അക്രമം നേരിടേണ്ടി വരുന്ന ആളുകൾക്ക് അഭയം കൊടുക്കാൻ പോലും ഇന്ത്യ അശക്തയായി നിൽക്കുകയാണ്. കാരണം ബംഗാളിനെ പോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലത്ത്, അവിടെ രാജ്യത്ത് തൊഴിലില്ലായ്മയും അതിരൂക്ഷമായ സ്ഥല ദൗർബല്യമുള്ള ഒരു പ്രദേശത്തേക്ക് അത്രയും ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു ആരോഗ്യം നമുക്കവിടെ ഇല്ലാത്ത സാഹചര്യമുണ്ട്. എന്നാൽ അവിടെ ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ ആ സാഹചര്യത്തിൽ അവിടെ ഉള്ള ഒരു സ്വാതന്ത്ര്യ സമരം എന്ന രീതിയിൽ കടന്നു വന്ന ഒരു സംവരണ വിരുദ്ധ പ്രക്ഷോഭം ഇന്ന് അത് വളരെ ബുദ്ധിപൂർവം 1971 കാലത്തിൽ തലപൊക്കിയ അതേ ശക്തികൾ ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് ഇവിടെ അധികാരത്തിൽ പുതുതായി വന്നിട്ടുള്ള മുഹമ്മദ് യൂനുസ് നേതൃത്വത്തിൽ ഇത് അവർ ചെയ്യേണ്ട താല്പര്യമുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ പറയുന്നത്, ഇവിടെ ബാബുവിൻ്റെ വർത്തമാനം കേട്ടാൽ വിചാരിക്കും കോൺഗ്രസും അതുപോലെ ഇന്ത്യയിലെ പ്രതിപക്ഷവുമാണ് അവിടെ കുഴപ്പമുണ്ടാക്കുന്നതെന്ന്. പ്രിയപ്പെട്ട ബാബു, ഇത് ഏത് ഭരണാധികാരികൾക്കും വരുന്നൊരു സാഹചര്യമാണ്. ഭരണകൂടം അത് നിഷ്പക്ഷരാവണം, ഭരണകൂടം എല്ലാവർക്കും പ്രാപ്യരാവണം, ഭരണകൂടം എല്ലാവർക്കും രക്ഷാകവചം ഒരുക്കുന്നവരാവണം. അങ്ങനെ രക്ഷാകവചമാക്കുന്നതിന് പകരം ഈ രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അവർക്കെതിരായി അടിച്ചമർത്തൽ നിലപാടുമായി കൊണ്ടുവന്നാൽ ഭരണകൂടത്തിലുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് തകരുകയും ഇത്തരത്തിലുള്ള ധാർമ്മിക മൂല്യമില്ലാത്ത ഈ അക്രമകാരികളുടെ കൈകളിലെ കളിപ്പാവയായി ആ ജനം മാറുക ചെയ്യും എന്നതിൻ്റെ ഒരു സൂചന കൂടിയായി ഇത് ഇന്ത്യ ഗവൺമെൻറ് കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് അങ്ങ് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പരസ്യമായ പ്രതികരണത്തിലേക്ക് പോകാത്തത്? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. സൽമാൻ ഖുർഷിദും അയ്യരും പറഞ്ഞാണോ കോൺഗ്രസിൻ്റെ നിലപാട്? എന്തുകൊണ്ടാണ് രാഹുലും പ്രിയങ്കയും പ്രതികരിക്കാത്തത്? വർത്തമാനകാലത്തെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് കോൺഗ്രസ് പോലുള്ള പ്രതിപക്ഷത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ട് ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നില്ല? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞൊരു ട്വീറ്റെങ്കിലും ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അതിന് മുതിരാത്തത്? നേരത്തെ നമ്മൾ കണ്ടതാണ്, ഗാസ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഇവിടേക്കുള്ള ആളുകൾക്ക് വേണ്ടി ഇവിടെ കണ്ണീര് ഒഴുക്കിയല്ലോ. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന, വ്യാപകമായി ആക്രമിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നാവ് പൊങ്ങുന്നില്ല? അനിൽ നമ്പ്യാരും ആർ വി ബാബുവും ഒരേ അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. കേരളത്തിലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ ഏറ്റവും അധികം ഇക്കാര്യത്തിൽ അതിശക്തമായി അവിടെയുള്ള നിലവിലുള്ള ഭരണകൂടത്തുമായി ബന്ധപ്പെട്ട് അക്രമങ്ങൾ അടിച്ചമർത്തുവാനും അവിടെ ജനാധിപത്യ രീതി തുടർന്നു പോകാനുമുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് അദ്ദേഹത്തെ നേരിൽ കണ്ട് ആ യോഗത്തിൽ ആവശ്യപ്പെട്ടതാണ്. അത് മാധ്യമങ്ങളിൽ വാർത്ത വന്നതാണ്. ഒരു കാര്യമുണ്ട്, ഇന്ത്യയുടെ ഭരണാധികാരി ഒരു മിനിറ്റ്, ഇന്ത്യയുടെ ഭരണാധികാരി അതും ഈ മേഖലകളിൽ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യമായ നരേന്ദ്രമോദി എന്താ ഇക്കാര്യത്തിൽ വളരെയേറെ സംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ? മുഹമ്മദ് യൂനസ് അവിടെ നിർത്തണം, ഒരടി ഇന്ത്യയുടെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരടി കൂടി കിട്ടിയാൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും. ഇതിനു മുമ്പ് ഇന്ദിരാഗാന്ധി ഇടപെട്ട പോലെ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും. ഹിന്ദുക്കൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താനാവുന്നില്ലെങ്കിൽ ഇപ്പോൾ ഏൽപ്പിച്ച ചുമതല ഒഴിയും എന്ന് മുഹമ്മദ് യൂനസ് പറഞ്ഞിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങ് പറയുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇതുകൊണ്ട് സംസാരിക്കുന്നില്ല, ഇന്ത്യയുടെ കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? എൻ്റെ ചോദ്യം, ഇതിനു മുമ്പ് ഇതുപോലെ സാഹചര്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ തമിഴന്മാരായ ആളുകൾക്ക് ശ്രീലങ്കയിൽ ഉണ്ടായല്ലോ.
ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ, അക്കാലത്തുള്ള പ്രധാനമന്ത്രിമാർ എടുത്ത നിലപാടെന്തായിരുന്നു? ഇവിടെ ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള മാലിയിൽ ഇതുപോലുള്ള സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയും എടുത്ത നിലപാടെന്തായിരുന്നു? അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട നിലപാടെടുക്കേണ്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ RV ബാബു, അങ്ങേക്ക് ഒരു സംശയവും വേണ്ട. അവിടെ ഇന്ത്യയിൽ ലോകത്തെവിടെയും ഒരാളെയും അടിച്ചമർത്തുന്ന സാഹചര്യങ്ങൾ മതത്തിൻ്റെ പേരിൽ, ദേശീയതയുടെ പേരിൽ, അവരുടെ വംശത്തിൻ്റെ പേരിൽ ആരെങ്കിലും എവിടെയെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടെങ്കിൽ അത് അപലപിക്കപ്പെടേണ്ടതാണ്, അത് അമർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അത് മണിപ്പൂരിലായാലും, ഗാസയിലായാലും, പഞ്ചാബിലായാലും, ഗുജറാത്തിലായാലും, അങ്ങ് പലസ്തീനിലായാലും എല്ലാ മേഖലകളിലും ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ്. പക്ഷേ RV ബാബുവിനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും അത് മണിപ്പൂരിലാണെങ്കിൽ അത് പ്രശ്നമല്ല, ഗുജറാത്തിലാണെങ്കിൽ അത് പ്രശ്നമല്ല, പലസ്തീനാണെങ്കിൽ അത് പ്രശ്നമല്ല, അത് ബംഗ്ലാദേശിലാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന നിങ്ങളുടെ നിലപാടിലാണ് വെള്ളം ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ, അത് ബംഗാളിൽ സംഭവിക്കുന്നത് പോലെ ഇന്ത്യയുടെ ഒരു പ്രദേശത്തും ലോകത്തെവിടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അതിശക്തമായി പ്രതികരിക്കുന്ന ഒരു രാജ്യമായി പഴയകാല പ്രതാപങ്ങളിലേക്ക് ഇന്ത്യ മുന്നോട്ട് പോവുകയും ആ നിലപാടെടുക്കുകയും വേണ്ടി വന്നാൽ സൈനിക ആക്ഷൻ പോലും അതിന് വേണ്ടി വന്നാൽ അതിന് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണയുമായി ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളത് കാണിച്ചു തന്നിട്ടുമുണ്ട്. ഇപ്പം ഞങ്ങളെ വേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇന്ത്യയിൽ ചെയ്യുന്ന നിലപാട്, ഇതുപോലെയുള്ള അക്രമകാരികൾക്ക് പിന്തുണ കൊടുക്കുന്ന നിങ്ങളുടെ നിലപാട്, ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക്, ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് അവർക്ക് നല്ല വെള്ള പരവതാനി വിരിച്ച്, പച്ച പരവതാനി വിരിച്ച് അവരെ സ്വീകരിക്കുന്ന നിങ്ങളുടെ നിലപാടിൻ്റെ തനിയാവർത്തനമാണ് ഇന്ന് ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും തെറ്റാണ്, അവിടെയും തെറ്റാണ്, എവിടെയും തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് ഉറച്ചു പറയാൻ കഴിയും.